സുരേഷ് ഗോപിയാണോ പിണറായി വിജയനാണോ നല്ല രാഷ്ട്രീയ നേതാവ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവർക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുരേഷ് ഗോപിയാണോ അതോ പിണറായി വിജയനാണോ നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് തോന്നിയിട്ടുള്ളത്? സുരേഷ് ഗോപി. ഇവിടെയോ? അങ്ങനെയൊന്നുമില്ല. ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും നല്ലൊരു ജനത്തിന് ഗുണമുള്ള ഒരു നേതാവായിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്തൊന്നും നമ്മളത് നോക്കാറില്ല. ഇവിടെ എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ പുള്ളിക്കായിട്ടൊന്നും ചെയ്യണതായിട്ട് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അല്ലാത്തത് തോന്നിയത്? പിണറായി വിജയനല്ലാന്ന് തോന്നിയത് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി സുരേഷ് ഗോപി ആയിട്ടാണ് തോന്നിയത്. അത് നമ്മുടെ ഈ ഫേസ്ബുക്കിലെ വീഡിയോസും വീഡിയോസും ഒക്കെ കണ്ടത് കൊണ്ടാണോ? അല്ലേ, എല്ലാം കൊണ്ടും സുരേഷ് ഗോപിയാണ് നല്ലൊരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്, നല്ലൊരു ജനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നിയേക്കുന്നത്. ഏറ്റവും ഇപ്പം നിലവിലുള്ള പൊളിറ്റിക്കൽ ലീഡർ അയാൾ തന്നെയല്ലേ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ? അയാളുടെ പാരമ്പര്യം 60 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യം. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ആയിട്ട് തോന്നാതിരുന്നത്? സുരേഷ് ഗോപിയായിട്ട് തോന്നാത്തത് സുരേഷ് ഗോപി ഇത്രയും പാരമ്പര്യം വന്നില്ലല്ലോ. അയാളൊരു സിനിമാക്കാരനല്ലേ. അക്കാര്യത്തിൽ അയാൾ മിടുക്കൻ. രാഷ്ട്രീയ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ്. പൊളിറ്റിക്സിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സിൽ വേണ്ടത്? പൊളിറ്റിക്സിൽ വരുന്നത് നിശ്ചയദാർഢ്യം ഒന്ന്, മറ്റൊന്ന് അണികളെ കൺട്രോൾ ചെയ്യാനുള്ള പക്വത, മാനസികമായ ചങ്കുറപ്പ്, ജനങ്ങൾക്ക് വേണ്ട സേവനം. അതൊക്കെ ഇതെല്ലാം അവനവന് സ്വന്തമായി ആർജിക്കാൻ കഴിയുമെങ്കിലും മറ്റുള്ളവരെ സേവിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ദിരാഗാന്ധി അങ്ങനെയായിരുന്നു, ജവഹർലാൽ നെഹ്റു അങ്ങനെയായിരുന്നു, AK ഗോപാലൻ അങ്ങനെയായിരുന്നു, K കരുണാകരൻ അങ്ങനെയായിരുന്നു. ആ കാറ്റഗറിയിലേക്കാണ് പിണറായി വിജയൻ എത്തുന്നത്. അല്ല സുരേഷ് ഗോപി അയാളുടെ ഫീൽഡിൽ അയാൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ അവർ മിടുക്കന്മാർ. അത് അവരുടെ മറ്റൊരു ഫീൽഡല്ലേ. അതിനാ നിലക്ക് കണ്ടേ. MP രാജ്യസഭയിലല്ലേ, ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലല്ലോ. രാജ്യസഭയിൽ എന്ന് പറഞ്ഞപ്പോ പത്രക്കാർ വരുന്നുണ്ട്, സിനിമാക്കാർ. നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനേക്കാളും ബെറ്റർ ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ആകാൻ സാധിക്കില്ല. ആയ ഭാഗ്യം, പക്ഷെ ആവൂല. കാരണം ഇയാൾക്ക് 60 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. വളരെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പോലെ അയാൾ പൊളിറ്റിക്സിൽ ഇറങ്ങിയത് ആളാണ്. അപ്പോൾ അന്ന് പോലെ അയാൾ ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യാം. അപ്പോൾ അയാൾ അന്ന് മുതൽ സകല എതിർപ്പുകളെയും അയാൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. ഇത് തന്നെയായിരുന്നു K കരുണാകരൻ, ഇത് തന്നെയായിരുന്നു AK ഗോപാലൻ, ഇത് തന്നെയായിരുന്നു EK നായനാർ. അവരുടെയൊക്കെ ഇത് ഗണത്തിലേക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയൊക്കെ എത്താൻ വളരെ പ്രയാസപ്പെടണം. ഒരു മിറാക്കിൾ സംഭവിക്കണം. എനിക്കങ്ങനെ സുരേഷ് ഗോപി നല്ലതാണ്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി? സുരേഷ് ഗോപി നല്ല ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, മറ്റേ ആൾക്കാരെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിയാണ് തോന്നുന്നത്. പിണറായി വിജയൻ എന്തുകൊണ്ടല്ലാന്ന് തോന്നണേ? ഇപ്പോഴത്തെ റോഡൊക്കെ കിടക്കണില്ലേ, റോഡൊക്കെ തന്നെ കണ്ടില്ലേ, മര്യാദക്കില്ല. പിന്നെ കുറെ നിയമങ്ങളും മര്യാദക്ക് നടപ്പാക്കണ. അതുകൊണ്ട് പിണറായി വിജയനാണ് നല്ലൊരു രാഷ്ട്രീയ നേതാവ്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളൊരു ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് അതുപോലെ അറിയാം. കാരണം ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഗുണം പുള്ളി കൊണ്ട് ഈ നാടിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. പണ്ട് നല്ലൊരു വ്യക്തിയായിരുന്നു, പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉണ്ടാകുന്ന പിറകിൽ ഈ മന്ത്രിസഭ തന്നെയാണ്. ഓക്കെ, രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമില്ല വെച്ചാൽ നമ്മള് ഇതിപ്പോ പിണറായി വിജയനും സുരേഷ് ഗോപിയൊക്കെ ആരും വന്നാലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിലായാലും ന്യൂസ് ചാനലായാലും നമ്മൾ ഇവിടെ കാണുന്നയാണോ ബ്രോഡ് ഒരു എക്സ്പീരിയൻസിൽ ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു നേതാവ്? എനിക്ക് അങ്ങനെ കൂടുതൽ അറിയില്ല. കാരണം ഇപ്പൊ ആര് ഭരിച്ചിട്ടും നമ്മുടെയൊക്കെ കേരളത്തിന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ ഇതില് നമുക്ക് അങ്ങനെ അറിയില്ല ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ. രാഷ്ട്രീയ പാർട്ടിയല്ല, ഇവരുടെ രണ്ടുപേരുടെ വ്യക്തിത്വം പറഞ്ഞാണ്. അത് അവരെ കൂടുതൽ ഒബ്സർവ് ചെയ്യണ ആൾക്കാർക്കുള്ള നമുക്ക് അവർക്ക് അവരെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഫോളോ ചെയ്യാറൊന്നുമില്ലല്ലോ ഇവരൊന്നും. ആക്ച്വലി ഞാൻ നോൺ പൊളിറ്റിക്കൽ ആണ്. അല്ല, സാധാരണ ഒരു ഒരു ജനം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അല്ല, സാധാരണ ഒരു ജനം എന്ന രീതിയിൽ ഞാൻ പറയണമെങ്കിൽ ഇവരാരുമല്ല, യങ്സ്റ്റേഴ്സ് വരണം. കാരണം വെച്ചാൽ ഇപ്പം എല്ലാ ആൾക്കാരും ഔട്ട് ഓഫ് ബോക്സ് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള വരുന്നത് വെച്ചാൽ
ഞാൻ ജസ്റ്റ് എൻ്റെ പോയിന്റ് ഓഫ് Opinion വ്യൂ പറഞ്ഞോ. പറയാണ്. നമ്മൾ പുറത്ത് അബ്രോഡിലായിരുന്നു. അപ്പോൾ ഇന്ത്യ എപ്പോഴും 10 years ബാക്കാണ്. വി ക്യാൻ ഗോ വിത്ത് ലൈക്ക് ആ ഒരു പേസിൽ പോകാൻ പറ്റും. ബട്ട് ഫോർ ദാറ്റ് യു നീഡ് ടു ഗിവ് സ്പേസ് ടു ദോസ് പീപ്പിൾ. യങ്സ്റ്റേഴ്സിന് ആ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ ദിൽ ബ്രിങ് മാജിക് ടു ഇറ്റ്. അവർക്ക് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും കഴിവുണ്ട്. അവർക്ക് ആ പവറും കൂടി കിട്ടിയിരുന്നെങ്കിൽ ദിൽ ടേക്ക് ഇന്ത്യ ടു നെക്സ്റ്റ് ലെവൽ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ദേ ആർ മോർ നോളജ്ഡ്. ലൈക്ക് എന്താ പറയുക, ഒരു സാധാരണക്കാരിൽ മാത്രമല്ലാണ്ട് തന്നെ വാട്ട് വി ക്യാൻ ഡു വിത്ത് എന്നുള്ളൊരു സാധനത്തിന് അവർ നോളജാണ്. ആൻഡ് ദേ വിൽ പുട്ട് ദെംസെൽഫ് ഇൻ ടു ഇറ്റ്. പണി ഏൽപ്പിക്കാണ്ട് തന്നെ ദേ വിൽ പുട്ട് ദെംസെൽഫ് ഇൻ. നമ്മൾ അറിയില്ല, നമ്മളൊരു പണിക്ക് നമ്മളായിട്ട് തന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ലൈക്ക് എല്ലാ കോർണേഴ്സ് അറിയാൻ പറ്റും, എല്ലാ പ്ലസ്സും മൈനസും ഒക്കെ അറിയാൻ പറ്റും. പണി ഏൽപ്പിക്കുമ്പോൾ നമുക്ക് കമാൻഡിങ് മാത്രമേ അറിയുള്ളൂ. അതെന്തുകൊണ്ട് ഇത്ര സമയം കൊണ്ടായില്ല, അതെന്താണ് കുറവ്, അതെന്താണ് കുറവെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവുന്നെങ്കിൽ നമ്മളെ അതിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ പറ്റും. എൻ്റെ അഭിപ്രായം ഉണ്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതിൽ വേറെ ആരെയും പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ആരും ഇതിൽ ഞാൻ പറയാം, ഞാൻ നോൺ പൊളിറ്റിക്കലാണ്. ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ നമ്മൾ പുറത്തുണ്ടാകുമ്പോൾ അവിടുത്തെ കുറേ ടെക്നോളജി ഇപ്പോഴാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ആവാൻ ആക്ച്വലി വളരെ സിമ്പിളാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. കാരണം എനിക്കിതൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ ഇത്രയാണ്. അതുകൊണ്ട് ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നു. രണ്ടുപേരും എനിക്ക് തുല്യരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനസേവനമാണ് നടത്തേണ്ടത്. പിണറായി അറിയാമല്ലോ, SNC ലാവലിംഗ് കേസ് മുതൽ. അപ്പോൾ പുള്ളി എനിക്ക് പൊളിറ്റിക്സ് ആയിട്ടും എതിർപ്പാണ്, വ്യക്തിപരമായിട്ടും എതിർപ്പാണ്. പുള്ളിക്ക് രാജ്യം എതിർപ്പ് വരാനുള്ള കാരണം പുള്ളിയുടെ ശൈലി എനിക്ക് യോജിക്കാൻ കഴിയാത്തതാണ്. എങ്ങനെയാണ്? ന്യൂസിലും മറ്റു ട്രോൾസിലും കണ്ടുകൊണ്ടാണ് പുള്ളിയുടെ ശൈലി പ്രകോപനപരമായിട്ടുള്ളതാണ്. നമുക്ക് അല്ല മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള അല്ല. ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും ത്രാസിൽ വെച്ചാൽ ആര് പൊങ്ങും ആര് താഴുമെന്ന് നന്നായിട്ട് അറിയാം. എനിക്ക് പൊളിറ്റിക്സ് ഭയങ്കര ക്രൈസുള്ള കാര്യമാണ്. അപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ പോസിറ്റിവിറ്റി എന്താണ്? അത് കുറച്ച് പ്രഹസനം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ സഹായിക്കുന്നു. വോട്ട് വരവായിരിക്കാം, ചിലപ്പോൾ അയാളെ വ്യക്തിപരമായിരിക്കാം, അയാളുടെ ചോയ്സാണ് അതൊക്കെ. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. രണ്ടുപേരെ നോക്കി കഴിഞ്ഞാൽ ആരായിരിക്കും നല്ലൊരു രാഷ്ട്രീയ തന്ത്രപരമായിട്ട് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണ്. തന്ത്രപരമായിട്ട് ചെയ്യുന്നത് നല്ലൊരു VS-നെ മുൻനിർത്തിയാണല്ലോ 2016 ഇലക്ഷൻ ജയിച്ചത്. തന്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ചാണക്യൻ എന്ന് പറയാൻ വിശേഷിപ്പിക്കാൻ ലീഡർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേരളത്തിൽ. കുറച്ചെങ്കിലും ഒരു മുൻതൂക്കം ഇതിൽ രണ്ടിലും വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായി വിജയനാണ്. വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല, പക്ഷെ ഇയാൾക്ക് കഴിവുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിയെ പിടിച്ചടക്കണമെങ്കിൽ അതിന് മാത്രം നേതൃവാദം വേണം. അത് പുള്ളിക്കുണ്ട് എന്ന് മൂന്നാമത് വരും തോന്നുന്നുണ്ടോ? ഇല്ല, എന്തായാലും ഇല്ല, വരില്ല എന്ന് പറയാൻ കാരണം അതാണ്. ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞൊരു വാചകമുണ്ട്, ജനങ്ങളെ കരുതുകയും പ്രവർത്തകരെ സ്നേഹിക്കുകയും ചെയ്യണം, സ്ഥാനമാനങ്ങൾക്ക് ഒരു കുറവും വരില്ല എന്നാണ്. എനിക്കത് മാത്രമേ. പിണറായി വിജയനാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ? ഒരു ലീഡിങ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവല്ല, മുഖ്യമന്ത്രിയാണ്, അയാളല്ലേ നല്ല നേതാവ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി അല്ല എന്ന് പറയാൻ കാരണം? സുരേഷ് ഗോപി എപ്പോഴാണ് പൊളിറ്റിക്സിൽ വന്നത്? റീസെന്റ് ആയിട്ടാണ് വന്നത്. പിണറായി അങ്ങനെയല്ല. പിണറായി വിദ്യാർത്ഥി രാഷ്ട്രീയം, തൊഴിലാളി രാഷ്ട്രീയം ഇതിൽ വന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പൊളിറ്റിക്സിൽ വരാം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പൊളിറ്റിക്സിൽ വരാം. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊളിറ്റിക്സിൽ വരാം. അത് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ പിണറായി വിജയൻ? ഈസ് ഡൂയിങ്. അല്ല, അത് ചെയ്യുന്നുണ്ടല്ലോ. എന്താണ്? അല്ല, പിണറായി മുഖ്യമന്ത്രിയാണല്ലോ. അയാളാണ് നമ്മുടെ സ്റ്റേറ്റിനെ ഗൈഡ് ചെയ്യുന്ന അയാളല്ലേ. നല്ല മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുണ്ടോ? നല്ല മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല മുഖ്യമന്ത്രികൾ വേറെ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബെറ്റർ അയാളായിരിക്കും. പക്ഷെ സ്റ്റിൽ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അതൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നിയത്? ആക്ടർ അല്ലേ നിങ്ങൾ? അയാളെ എന്താണ് MP ആയിരുന്നു. MP എന്ന് പറഞ്ഞാൽ അത് നോമിനേറ്റഡ് MP ആണ് അല്ലേ? അതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരാളാണ്. ആ ആള് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ജയിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നമുക്ക് കാണാനുണ്ട്. ഈ പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കാണാനുണ്ടോ? അല്ല, അങ്ങനെ പിണറായി നിങ്ങൾ എന്താ പറയുക, പിണറായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ്? ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ
നമ്മൾ കമ്പാരേറ്റീവ്ലി നോക്കുമ്പോൾ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്കത് മീൻസ് നിങ്ങൾക്കത് ക്വാണ്ടിറ്റേറ്റീവിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫൈനലി എല്ലാ ബില്ലുകളും അല്ല എന്തായാലും ഇപ്പൊ നമുക്ക് ഉമ്മൻചാണ്ടിയൊക്കെ ആണെങ്കിൽ തന്നെ പ്രസ് മീറ്റിലേക്ക് വന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇനി ചെയ്യാനുള്ളതിനൊക്കെ പറ്റി സംസാരിക്കാൻ ഒരു വിൽ പവർ ഉണ്ടായി. പക്ഷെ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മീഡിയാസിനെ അടുത്ത് വരാത്തത്? പിണറായി ഒരു കേഡർ പാർട്ടിയുടെ ഒരു CPM പോലൊരു പാർട്ടിയുടെ നേതാവാണ്. അതിൻ്റെതായ കുറച്ച് ക്വാളിറ്റി സ്റ്റൈലുകൾ ഉണ്ട്. അത് നിങ്ങൾക്കറിയാലോ, പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കാർക്കശ്യം ആൾക്കുണ്ട്. ഇയാള് മോശമാണെന്നല്ല. അല്ല, അപ്പൊ ഈ നവകേരള യാത്ര തന്നെ ഇപ്പൊ ഉമ്മൻചാണ്ടി ആണെങ്കിലും ജനങ്ങളുടെ പരാതികളൊക്കെ നേരിട്ട് സ്വീകരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാൻ ശ്രമിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവര് ഈ നവകേരള സദസ്സുകളിലൊക്കെ പരാതി ചെല്ലാൻ നേരെ മന്ത്രിമാരല്ല ഏൽപ്പിച്ചേക്കുന്നത്. നവകേരള സദസ്സും ഉമ്മൻചാണ്ടി നടത്തിയതൊക്കെ എന്ന് പറഞ്ഞാൽ അത് അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മീൻസ് അവരുടെ ക്ലൗട്ട് കൂട്ടുക, ജനങ്ങളുടെ ഇടയിലുള്ള പബ്ലിക് അവർ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിം സ്റ്റാർസിനെ പോലെ തന്നെയാണ്. അവർക്ക് എപ്പോഴും ആളുകളുടെ ഇടയിലൊരു അത് അതിനു വേണ്ടി നടത്തുന്നതാണ്. ശരിക്കും അത് ഒരു തരത്തിലുള്ള PR വർക്ക് തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു വേറെ ലെവലാണ്. അയാൾ കുറച്ചുകൂടി ആളുകളുടെ മീൻസ് കുറച്ചുകൂടി ഇതാണ്. പിണറായി വേറെ ലെവലാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്ത് എനിക്കറിയാം. സുരേഷ് ഗോപി ഉമ്മൻചാണ്ടി ഇപ്പൊ പിണറായി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന നേതാവ് തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ആള് നല്ല സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ അതായത് ഒരു വിഷനുള്ള ആളാണ്. ഇപ്പൊ ആള് പറഞ്ഞത് തൃശ്ശൂർ ഇപ്പൊ ജയിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇവിടുന്ന് മെട്രോ തൃശ്ശൂർ വരെ ആക്കാനുള്ളൊരു വിഷൻ ഉണ്ട്. അല്ലെങ്കിൽ അത് നടക്കോ നടക്കാതിരിക്കുന്നത് പിന്നെയുള്ള, പക്ഷെ ഒരു വിഷൻ ഉണ്ട്. ചെയ്യാനുള്ളൊരു വിഷനുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് എനിക്ക് കമ്പയർ എന്ന് വിചാരിച്ചത്. അതൊരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്യാൻ. ചെന്നിത്തലേനും പിണറായിനെയും കമ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എനിക്കറിയില്ല അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. BJP ഇനി അധികാരത്തിൽ വരുമെന്നും നമുക്കറിയില്ല. അവിടെ അതൊക്കെ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ പിന്നെ സെൻട്രൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ വരാതിരിക്കാണ് നല്ലത്. പൊളിറ്റീഷ്യൻസ് നമുക്ക് ആവശ്യമാണ്. നല്ല പൊളിറ്റീഷ്യൻസിന് ആവശ്യമാണ്. പിണറായിനെ ആവശ്യമുണ്ട്, സുരേഷ് ഗോപിനെ ആവശ്യമുണ്ട്. അല്ലേ, നല്ല നല്ല ആൾക്കാരെ ആവശ്യമുണ്ട്. രണ്ടുപേരും നല്ലതാണ്. എനിക്കറിയില്ല അവരുടെ സുരേഷ് ഗോപി പ്രൂവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. പിണറായിക്ക് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ആവശ്യമുണ്ട്. അയാൾ സംഘടനയായാലും സംഘടനാ തലത്തിലായാലും ഒക്കെ പിന്നെ കാർക്കശ്യമുണ്ട്. ഉമ്മൻചാണ്ടിനെ പോലെ അത്ര ഒരു ഈസി ആക്സസ് അല്ല. അത് ശരിയാണോ? അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടർ. നമ്മൾ മുന്നോട്ട് പോകുമായിരിക്കും. മുന്നോട്ട് പോകുന്നല്ലേ.